നെക്സ്റ്റ് നമുക്ക് ഒരു കാൻഡിലിവർ ബീമിന്റെ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ കാൻഡിലിവർ ബീം ഞാൻ നോക്കുവാണെങ്കിൽ ഈ എ എന്നല്ല, ഞാൻ ബി എന്നാണ് തുടങ്ങുന്നത്. കാൻഡിലിവർ ബീമിനെ നമ്മൾ എപ്പോഴും ഫ്രീ എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ, ഈ സിംപ്ലി സപ്പോർട്ട് പോലല്ല. അപ്പോൾ ഞാൻ ഫ്രീ എൻഡിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫ്രീ എൻഡ് എൻ്റെ ബിയിൽ എന്താണ്, ഒരു W ലോഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ബിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു W വരച്ചു. എൻ്റെ B to A വരെ ഒരു വേരിയേഷനും ഇല്ല. അപ്പോൾ എന്താണ്, ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഫിക്സഡ് എൻഡിൽ എപ്പോഴും ഷിയർ ഫോഴ്സ് 0 ആണ്. അപ്പോൾ നേരെ അങ്ങ് താഴോട്ട് അങ്ങ് വരച്ചിരുന്നാൽ മതി. അപ്പം 0 എന്നല്ല, ഈ ത്രൂ ഔട്ട് ദി കാൻഡിലിവർ എന്താണ്, ഫോഴ്സിൻ്റെ വേരിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ W ആയിട്ടാണ് ബോക്സ് ആയിട്ടാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു സെക്ഷൻ വരച്ചാൽ W into X ആണ് എൻ്റെ വേരിയേഷൻ. അപ്പോൾ അറ്റ് B X is equal to 0 and at A X is equal to L. ഇത് ഞാൻ എൻ്റെ സെക്ഷൻ വരച്ച് റൈറ്റിലോട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാൽ നെഗറ്റീവ് ആണ്. അപ്പോൾ -WL ആണ്, WX ആണ് വരുന്നത്. എയിലോട്ട് വരുമ്പോൾ X is equal to L. അപ്പോൾ -WL, മൈനസ് ആണ്, ഹോഗിങ് ആണ് മൊമെന്റ്, സോ താഴോട്ട്. അപ്പോൾ ബിയിൽ 0, എയിൽ -WL, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യാം. ഇതാണ് കാൻഡിലിവറിൻ്റെ കേസ് വരുമ്പോൾ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാൻഡിലിവർ ലോഡ് ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തു. 6 kN, 4 kN, 2 kN. അപ്പം ഞാൻ എങ്ങനെ വരയ്ക്കും, ബിയിൽ 2 kN ഉണ്ട്, മുകളിലോട്ട് വരച്ചു. ത്രൂ ഔട്ട് 1 മീറ്റർ എന്താണ്, ആ 2 kN കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡി ബിയിൽ സ്ട്രെയിറ്റ് ലൈൻ. ഡിയിലെത്തിയപ്പോൾ പിന്നെ ഒരു 4 kN ഉണ്ട്. 4 kN ഞാൻ മുകളിലോട്ട് വരച്ചു. ഇവിടെ കാൻഡിലിവർ അതാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ താഴോട്ടല്ല, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് വരയ്ക്കുന്നത്. അത് വേണം ഇവിടെ ശ്രദ്ധിക്കാൻ. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, തെറ്റിച്ച് കളയല്, താഴോട്ട് വരച്ച് കളയരുത്. അപ്പോൾ 4 kN ഞാൻ ആഡ് ചെയ്തു, അത് ഞാൻ വരച്ചു. ഇനി D to C പിന്നെ ഒരു ചേഞ്ച് ഇല്ല. അപ്പോൾ എന്താണത്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. സിയിലെത്തിയപ്പോൾ പിന്നെ ഒരു 6 kN ഉണ്ട്. അപ്പം ഞാൻ 6 kN പിന്നെ അത് ആഡ് ചെയ്ത് മുകളിലോട്ട് വരച്ചു. A to C ഒരു വേരിയേഷനും ഇല്ല, സോ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ നിന്ന് ഇതിങ്ങനെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ. അപ്പം ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആയി കാൻഡിലിവറിൻ്റെ. ഇനി ഞാൻ ഇതിൻ്റെ മൊമെന്റ് വരയ്ക്കണം. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഡി ബിയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 into X അല്ലേ, സോറി, ഞാൻ ഡി ബിയിൽ കൺസിഡർ, ഡിയിൽ തന്നെ കറക്റ്റ് വരയ്ക്കാം, അതായിരിക്കും നമുക്ക് എളുപ്പം. ഡിയിൽ ഞാൻ നോക്കിയപ്പോൾ എന്താ, 2 into 1. അപ്പോൾ എന്താണ്, -2. അതിനിടെ -2 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, സിയിൽ സെക്ഷൻ വരയ്ക്കണം. കാൻഡിലിവറിൻ്റെ പിന്നെ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ റൈറ്റിലോട്ടാണ് നോക്കുന്നത്. സിയിൽ സെക്ഷൻ വരയ്ക്കുമ്പോൾ ഒരു 2 into 2, -2 into 2ഉം -4 into 1ഉം ഉണ്ട്. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. സിയിൽ -4 into 2 -8 കിട്ടി, -8 താഴോട്ട്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത്, കാരണം ഇതെല്ലാം പോയിന്റ് ലോഡാണ്. അതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് MAയിൽ ഒരു സെക്ഷൻ വരയ്ക്കാൻ പോവാണ്. MA എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സെക്ഷൻ വരച്ച് ടോട്ടലി ഇങ്ങോട്ട് നോക്കാം. ടോട്ടലി അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഈ ഒരു 6 kN ഇൻറ്റു -6 into 1 -4 into 2 -2 into 3. അപ്പോൾ ടോട്ടൽ ഒരു വാല്യൂ കിട്ടും. അതെന്ന് പറഞ്ഞാൽ 20 ആണ്. ഡയറക്റ്റ് 20 താഴോട്ട് എല്ലാവരും സ്ട്രെയിറ്റ് ലൈനിൽ ജോയിൻ ചെയ്യണം. അത്രയേ ഉള്ളൂ. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമായി. ഇതാണ് പോയിന്റ് ലോഡിൻ്റെ കേസ്. അതുപോലെ ഇനി ഒരു കാൻഡിലിവറിൽ UDL വരുവാണെങ്കിൽ എന്താണ്, എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ ഒരു ട്രയാങ്കുലർ വേരിയേഷൻ ആണ്. ഇതിങ്ങനെ നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി, ഒരു സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ ആണ്. ലോഡ് അബൌട്ട് B എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഈ ലോഡ് വേരി ചെയ്യുന്ന W into X എന്നല്ലേ. എയിലെത്തുമ്പോൾ X is equal to L. അപ്പോൾ ലോഡ് തന്നെ ഇവിടെ എത്തുമ്പോൾ WL. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ WL ആണ്, ഈ ഒരു പോയിന്റിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ. എയിൽ 0 UDLൻ്റെ കേസിൽ. അതുപോലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം Bക്ക് 0. സെക്ഷൻ വരയ്ക്കുമ്പം WX2 എന്താണ്, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് ഇത് X ഡിസ്റ്റൻസ് ആണെങ്കിൽ W into X into X/2 അല്ലേ. അപ്പം നമ്മൾ WX²/2. അപ്പം ഞാൻ X is equal to L കൊടുത്താൽ W into L into L/2 -WL²/2. ഇതൊരു പാരാബോളിക് വേരിയേഷൻ ആണ്. -WL²/2 ആണ് കാൻഡിലിവറിൻ്റെ UDLൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അതൊന്ന് സപ്പോർട്ടിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
അപ്പം എ ബി സി ഡി എന്നൊരു ബീം ഉണ്ട്. ആദ്യം തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. യു ഡി എല്ലും പോയിന്റ് ലോഡും വരുന്നത്. അപ്പം എന്താണ്, ഞാൻ മുകളിലോട്ട് ഒരു 4 kN വരച്ചു. ഡി ടു ബി ഒരു ചേഞ്ചും ഇല്ല, സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഡിയിൽ പിന്നെ ഒരു 6 kN മുകളിലോട്ട് അത് ആഡ് ചെയ്തു. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. പിന്നെ ഞാൻ ആ 10 പിന്നെ ഒരു 8 മുകളിലോട്ട് ആഡ് ചെയ്തു. പിന്നെ എ ടു സി യു ഡി എല്ലാണ്. അതിൻ്റെ അർത്ഥം സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ ആണ് ടോപ്പിലോട്ട്. എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 2 × 2 4. 18 + 4 22ലാണ്. അപ്പോൾ 22 വരെ ഞാൻ എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അതിനുശേഷം എന്താണ്, 22 എത്തിക്കഴിഞ്ഞാൽ അങ്ങ് സപ്പോർട്ടായി. അപ്പോൾ ജസ്റ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിരുന്നാൽ മതി. അപ്പോൾ എന്താണ്, എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ആയി. അല്ല, എൻ്റെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബിയിൽ 0, ഡിയിൽ എന്ന് പറയുമ്പോൾ ഡിയിൽ ഒരു സെക്ഷൻ വരച്ച് നോക്കുമ്പോൾ 4 × 1, അപ്പം ഞാൻ -4 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഞാൻ സിയിൽ ഒരു സെക്ഷൻ വരച്ച 4 × -4 × 2 -6 × 1 -14, അത് മാർക്ക് ചെയ്തു. ഇനി എന്താണ്, ഇനി ഒരു യു ഡി എല്ലാണ്. യു ഡി എൽ അപ്പം ഞാൻ കുറയ്ക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ ആദ്യം ഞാൻ ഇനി എ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എയിൽ വരുമ്പം ഞാൻ എൻ്റെ പഴയ സെക്ഷൻ മാച്ച് പുതിയ സെക്ഷൻ ഞാൻ എയിൽ വരയ്ക്കണം. അപ്പം ഞാൻ എയിലൊരു പുതിയ സെക്ഷൻ വരച്ച്, അപ്പം എന്താണ്, എൻ്റെ 4 × ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 2 + 2 4. അപ്പം -4 × 4 -6 × 3 -8 × 2 ഇനി യു ഡി എല്ലിൻ്റെ WL²/2 കൂടെ മൈനസ് ചെയ്യണം. 2 × 2 × 2/2 അതും കൂടെ മൈനസ് ചെയ്യണം. 2 × 2 × 2/2 എന്ന് പറഞ്ഞാൽ 1. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം -54 എന്ന് കിട്ടും. അത് ജോയിൻ ചെയ്യുമ്പോൾ അകത്തോട്ടൊരു പാരാബോളിക് വേരിയേഷൻ വേണം. ആ ലൈൻ ജോയിൻ ചെയ്യുന്നത് ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ. അപ്പം എന്തായി, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സപ്പോർട്ടഡ് ട്രയാങ്കുലർ ലോഡാണ്. അതുകൊണ്ട് നമുക്ക് ഈ പാർട്ടിൽ തന്നെ നോക്കാം, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ട്രയാങ്കുലർ ലോഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കൂല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ഈ ഒരു വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പം എൻ്റെ RA എന്ന് പറഞ്ഞാൽ 10.6 ആണ്. അത് ഞാൻ എന്ത് ചെയ്തു, ടോട്ടൽ മുകളിലോട്ട് വരച്ചു. ഇനി RA RB കണ്ടുപിടിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണ്, RA + RB = ഈ 10 + ഈ ഏരിയ ഓഫ് ദ ട്രയാങ്കിളും കൂടെ നോക്കണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു എഫക്റ്റീവ് സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ അറ്റ് എ ഡിസ്റ്റൻസ് B/3 H/3 ആക്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ മൊമെൻ്റ് എബൌട്ട് B = 0 എന്ന് ഞാൻ എടുത്താൽ RAയുടെ 10.6 RA വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, സോ കണ്ടുപിടിക്കാൻ പോവാണ്. RA × 7 = അല്ലെങ്കിൽ മൈനസ്, കാരണം ഇത് ഓപ്പോസിറ്റ് അല്ലേ. മൈനസ് എന്താണ്, ആദ്യത്തെ 10 × 2 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 10 × 2 പ്ലസ് എന്താണ്, ഈ ട്രയാങ്കുലർ വേരിയേഷൻ്റെ ആദ്യത്തെ ടോട്ടൽ ലോഡ്, അതിന് ½ × 3 × 6 അതാദ്യം എഴുതി. ഇൻറ്റു എന്താണ്, ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് തന്നെ ഇത് തൊട്ട് 4 ആൻഡ് ഈ 4 പ്ലസ് ഒരു 2 കൂടെ ചെയ്യണം. കാരണം ഇതിൻ്റെ B/3 ഡിസ്റ്റൻസിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പം B/3 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുമ്പോൾ ഇത്രയും 1 ആണ്. അതിൻ്റെ അർത്ഥം ബാക്കി ഇത്രയും എന്താണ്, 2 ആണ്. 2 + 2 + 2 6. ആ 6 ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ദിസ് ഇസ് ദറ്റ് ഏരിയ, അതാണ് ലോഡ്, ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ്, അതാണ് മൊമെൻറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എൻ്റെ RA കിട്ടി. RA കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് = എന്നുള്ള ഇതിൻ്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്തു, എൻ്റെ RBയും കിട്ടി. RA RBയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് ഞാൻ പറയാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എൻ്റെ FA എന്ന് പറഞ്ഞാൽ 10.6, ഞാൻ കറക്റ്റ് അത് മുകളിലോട്ട് വരച്ചു. ഇനി എന്താണ്, ഒരു ട്രയാങ്കുലർ വേരിയേഷൻ ആണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ലോഡ് താഴോട്ടാണ്, അത് ട്രയാങ്കുലർ വേരിയേഷൻ ആയിട്ട് ഞാനൊരു പാരാബോളിക് കർവാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ എത്രയാണ് ഈ 10.6 നിന്ന് കുറയ്ക്കേണ്ടത്? 10.6 ഞാൻ ഈ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വേണം കുറയ്ക്കാൻ. ½ × 3 × 6 കുറയ്ക്കുമ്പം അത്രയും കുറയ്ക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ പോയിന്റ് കിട്ടും 1.6. പിന്നെ എന്താണ്, C to D ഒരു വേരിയേഷനും ഇല്ല, സോ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ഡിന്ന് ഒരു 10 kN ആ വാല്യൂന്ന് കുറയ്ക്കണം. പിന്നെയും D to B 2 മീറ്ററിലേക്ക് ഒരു വേരിയേഷനും ഇല്ല, സോ സ്ട്രെയിറ്റ് ലൈൻ.
ബിയിലെത്തിയപ്പോൾ 8.4 മുകളിലോട്ട് വരയ്ക്കുക, 0-ലെത്തിയാൽ നിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, എൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പം MA 0 ആണ്. നെക്സ്റ്റ് ഞാൻ MC കൺസിഡർ ചെയ്യണം. MC എന്ന് പറഞ്ഞാൽ ആദ്യം 10.6 × 3 മൈനസ് കണ്ടോ ഈ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 1/2 × 3 × 6 ഇൻറ്റു ഇതുതൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു 2. അങ്ങനെയും ചെയ്യാം. അല്ലാതെ എന്ത് ചെയ്യണം, ഇപ്പോൾ ട്രയാങ്കുലർ വേരിയേഷൻ നിനക്ക് പാടാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നൈസായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ സെക്ഷൻ വരച്ചിട്ട് ലെഫ്റ്റിലോട്ട് കൺസിഡർ ചെയ്യണം. ലെഫ്റ്റിലോട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പം എന്ത് കിട്ടും, 10 × 2 മൈനസ് 8.4 × 4 സോറി എന്താണ് മൈനസ് 8.4 × 4 അല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 × 2, കാരണം ഇത് 10 × 2 ചെയ്യുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിച്ച് ഇസ് നെഗറ്റീവ്, നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ മൈനസ് 10 × 2 പ്ലസ് 8.4 × 4. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, മൊമെന്റ് അബൌട്ട് C കിട്ടും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ട്രയാങ്കിളിലൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുണ്ടെങ്കിൽ നേരെ അപ്പുറത്തെ സൈഡ് കൺസിഡർ ചെയ്താൽ മതി. ബട്ട് സ്റ്റിൽ അത് നോക്കി വെച്ചേക്ക് നല്ലതാണ്, ബിക്കോസ് രണ്ട് സൈഡും ട്രയാങ്കിൾ വന്നാൽ കൺഫ്യൂഷൻ ആക്കണ്ട. അതുപോലെ ഞാനിനി MD എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് റൈറ്റിലോട്ട് നോക്കി. അപ്പോൾ 8.4 × 2 അത് ഞാൻ എൻ്റെ ഇവിടെ മാർക്ക് ചെയ്തു. MB എന്ന് പറയുന്നത് പിന്നെ സപ്പോർട്ടാണ് 0. അപ്പോൾ A to C വരയ്ക്കുമ്പം എന്താണ്, അതൊരു ക്യൂബിക് പാരാബോളയാണ്. സോ അതൊരു പാരാബോളിക് കർവ് വരയ്ക്കാൻ ഓർത്തോണം. ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ തന്നെയാണ്. ഒരു എക്സ്റ്റേണൽ മൊമെന്റ് വരുന്ന കേസ് നമുക്ക് എങ്ങനെ ചെയ്യും നോക്കാം. അതാണ് നമ്മളിവിടെ നോക്കുന്നത്, ബീം സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ മൊമെന്റ്. അപ്പം നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ, ജസ്റ്റ് നോർമൽ ഇതിന് ഇവിടെ ഒരു മൊമെന്റ് ഉണ്ട് എന്ന് ചിന്തിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, RA/RBയും ഒരു 15 kN കറക്റ്റ് നടക്കുന്നുണ്ട്, ഒരു മൊമെന്റും ഉണ്ട് അവിടെ 15 kN/m. അപ്പോൾ RA + RB എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ഓഫ് ലോഡ് 15. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, മൊമെന്റ് അബൌട്ട് B = 0 എന്ന് എടുത്താൽ RA × 6 പ്ലസ് എന്തുകൊണ്ടാണ്, ഇതിപ്പോൾ ഞാൻ ക്ലോക്ക് വൈസ് ആണ്, ഇപ്പോൾ 15 എന്താണ് ക്ലോക്ക് വൈസ് ആണ്. ഞാനിവിടെ സെക്ഷൻ വരച്ചിട്ട് ലെഫ്റ്റിലോട്ടാണ് നോക്കുന്നത്. നമ്മൾ ലെഫ്റ്റിലോട്ടാണ് നോക്കുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും. മൊമെന്റ് നമ്മൾ സാധാരണ എടുക്കുന്ന സെയിം കൺവെൻഷൻ തന്നെയാണ്. ഞാൻ റൈറ്റിലോട്ടാണ് നോക്കുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവും ക്ലോക്ക് വൈസ് നെഗറ്റീവും. അത് ഇവിടെ ശ്രദ്ധിച്ചോണം, അത് മാത്രമേ ഉള്ളൂ. അത് നേരത്തെ സെയിം സൈൻ കൺവെൻഷൻ തന്നെയാണ്. അപ്പം എന്താണ്, RA × 6 പ്ലസ് 15 is equal to എന്താണ് 15 × 3. അതിൽ നിന്ന് എനിക്ക് RA കിട്ടി. ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും, എൻ്റെ RBയും കിട്ടും. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഞാൻ ഈ മൊമെന്റിനെ കുറിച്ച് ബോദർ ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ രീതിയിൽ നമ്മൾ വരച്ചാൽ മതി ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഞാൻ ഇനി മൊമെന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ബോദർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലൈക്ക് എൻ്റെ മൊമെന്റ് അബൌട്ട് A എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഞാൻ സിയിലോട്ട് വരുമ്പോൾ സിയിൽ ഞാനൊരു സെക്ഷൻ വരച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, റൈറ്റിലോട്ട് നോക്കിയെന്ന് വെച്ചോ. അപ്പോൾ 5 × 3 റൈറ്റിലോട്ടില്ല ലെഫ്റ്റിലോട്ട് നോക്കി. അപ്പോൾ 5 × 3 15. അപ്പോൾ 15 വരെ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ജോയിൻ ചെയ്തു. ഇവിടെ ഇനി പ്ലസ് എന്താണ്, ഒരു 15 kN കൂടെ ഉണ്ട്. അവിടെ ഒരു മൊമെന്റ് വരുമ്പോൾ ജസ്റ്റ് ദാറ്റ് ആ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ നോർമൽ രീതി കണ്ടുപിടിച്ചിട്ട് എക്സ്റ്റേണൽ മൊമെന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്താണ് മൈനസ് ചെയ്യുക. അതെപ്പോഴാണ്, ഞാൻ ലെഫ്റ്റ് സെക്ഷൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് കേട്ടോ. ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, എനിക്ക് 30 kN കിട്ടി. 15 + 15 30. ഇനി എൻ്റെ മൊമെന്റ് അബൌട്ട് B എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഡയറക്റ്റ് കൊണ്ട് ജോയിൻ ചെയ്താൽ മതി അവിടെ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ മൊമെന്റ് വരുന്ന UDLും പോയിന്റ് ലോഡും എല്ലാം കൂടെ വരുന്നത്. അപ്പം ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ RA RB ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ്, RA + RB = 40 + 20 × 3. ഇനി മൊമെന്റ് അബൌട്ട് B = 0 എടുത്താൽ RA × 6 മൈനസ് 20 × 3 × 4.5 മൈനസ് 40 × 3 ആൻഡ് ഇവിടെ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ക്ലോക്ക് വൈസ് ആണ്. പ്ലസ് 120 = 0. അങ്ങനെ ഇടുമ്പം
എനിക്ക് RA കിട്ടും, പിന്നെ RBയും കിട്ടും. ഇനി എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം സാധാരണ രീതിയിൽ തന്നെ ചെയ്തു പോവാം. ഇവിടെയും ഷിയർ ഫോഴ്സ് ഡയഗ്രാം കണ്ടോ, ഇവിടെ ഒരു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ വരുന്നുണ്ട്. അത് നമ്മുടെ കറക്റ്റ് ഈ CO BO എന്നുള്ള പോയിന്റ്സ് അല്ലാതെ നടുക്കാണ് വരുന്നെങ്കിൽ അവിടെയും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ നമ്മുടെ സിമിലർ ട്രയാങ്കിൾസ് വെച്ച് കണ്ടുപിടിച്ചാൽ മതി. ഇനി നമുക്ക് മെയിൻ സാധനം ബെൻഡിങ് മൊമെന്റിലോട്ട് പോവാം. ബെൻഡിങ് മൊമെന്റ് എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ എൻ്റെ MA 0. ഇനി നെക്സ്റ്റ് എന്താണ്, MC എത്രയാണെന്ന് കണ്ടുപിടിക്കണം. MC കണ്ടുപിടിക്കാൻ ഞാൻ എൻ്റെ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. നോർമൽ രീതിയിൽ തന്നെ എൻ്റെ MC കണ്ടുപിടിക്കാം. എനിക്ക് 6 × 3 - 20 × 3 × 3/2 MC കിട്ടും. MC കുഴപ്പമില്ല, MD എത്തിയപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എൻ്റെ RA × ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 4 3 + 1.5 4.5 minus 20 × ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 1.5 + 1.5 3 20 × 3 × 3 പിന്നെ എന്താണ് 40 × 1.5 അതാണ് ഞാനിവിടെ എൻ്റെ ഇവിടെ കണ്ടുപിടിച്ചു -37.5 എന്ന്. ഞാൻ എന്നിട്ട് എൻ്റെ ഫിഗറിൽ -35. ഓക്കെ വെയിറ്റ്, യെസ്, എൻ്റെ -37.5 ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി അറിയാം എനിക്ക് എൻ്റെ ഡിയിൽ എന്താണ്, ഒരു 120 kN കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, ഞാൻ ആഡ് ചെയ്യണം. ഈ -37 ഞാൻ എന്ത് ചെയ്തു, ഈ ഡിയിൽ തന്നെ നിന്നുകൊണ്ട് ആഡ് ചെയ്തു. അപ്പോൾ എത്ര ആഡ് ചെയ്യണം, 120 ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 82.5 എന്ന് കിട്ടി. ഇനി എന്താണ്, പിന്നെ ബിയിൽ 0 ആയതുകൊണ്ട് ഡയറക്റ്റ് ഇവിടെ നിന്ന് സ്ട്രേറ്റ് ലൈൻ ജോയിൻ ചെയ്താൽ മതി. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഡിയിൽ ലെഫ്റ്റ് ഹാൻഡ് സെക്ഷൻ കൺസിഡർ ചെയ്താൽ ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. ഞാൻ റൈറ്റ് ഹാൻഡ് സെക്ഷൻ മൊമെന്റ് ആണ് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ക്ലോക്ക് വൈസ് നെഗറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. എപ്പോഴും ഒരു സ്ഥലം ഫോളോ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതാകുമ്പോൾ കൺഫ്യൂഷൻ വരത്തില്ല. ഏതെങ്കിലും റൈറ്റിലോട്ട് നോക്കുന്നോ ലെഫ്റ്റിലോട്ട് നോക്കുന്നോ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിരുന്നാൽ മതി. ഇനി എനിക്കറിയാം ഇവിടെ എൻ്റെ 0 ആയിന്ന്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ ഞാൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഷിയർ ഫോഴ്സിൽ ഒരു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ വന്നു. ഷിയർ ഫോഴ്സിൽ 0 ആവുന്ന കേസാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. ആ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഈ ഡിസ്റ്റൻസ് y കിട്ടിയില്ലേ, ആ y എന്ന് പറഞ്ഞാൽ 2.25 വെച്ചിട്ട് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് അവിടെ നിന്ന് ഒരു മൊമെന്റ് കണ്ടുപിടിച്ചാൽ മതി. ആ മൊമെന്റ് എത്രയാണോ അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് y 2.25 എന്ന് കിട്ടി. അപ്പം എൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 6 × ആ 2.25 മൈനസ് 20 × 2.25 × 2.25/2 കണ്ടോ, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ മാക്സിമം മൊമെന്റും കിട്ടി. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ പാരബോള വരച്ച് ജോയിൻ ചെയ്തേക്കുന്നത്. ഇത്രയായിരുന്നു മോഡ്യൂൾ 3. മോഡ്യൂൾ 3 ഇതോടെ തീർന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം.